നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാകിസ്ഥാന്റെ പല തന്ത്രപ്രധാന മേഖലകളൊക്കെ തന്നെ ഇന്ത്യ ആക്രമിച്ചു എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ചർച്ചയായിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും അതിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇത്തരത്തിലൊരു യുദ്ധം തുടങ്ങുകയാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ അത് ഏറ്റവും അതിൻ്റെ രൂക്ഷമായ അവസ്ഥയിലേക്ക് എത്തുകയാണെങ്കിൽ തന്നെ അവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാൻ പോകുന്നത് സാധാരണ ജനങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുതന്നെയാണ് നമ്മുടെ നാട്ടിലാണെങ്കിലും സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ യുദ്ധം വേണം, ആർക്കും യുദ്ധം താല്പര്യമില്ല. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാനെ ഇന്ത്യ തക്കതായ മറുപടി തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാലത്തും യുദ്ധം ആഗ്രഹിക്കാത്ത രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. പക്ഷേ ഇങ്ങോട്ട് കയറി ചൊറിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി മാത്രമാണ് ഇന്ത്യ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ വരുന്ന ചില റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ പല മേഖലകളിലും ഇന്ധനക്ഷാമം ഇപ്പോഴേ രൂക്ഷമായി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ പാകിസ്ഥാന്റെ അവസ്ഥ കണ്ടിട്ടുണ്ട്. സാധനങ്ങൾക്കല്ല, ഭക്ഷ്യവസ്തുക്കൾക്കൊക്കെ എല്ലാം തന്നെ കുത്തനെ വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. അതൊക്കെ തന്നെ പാകിസ്ഥാനെ ഏതവസ്ഥയിലേക്കാണ് കൊണ്ടെത്തിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇപ്പോഴും ഈ ഒരു അവസ്ഥ പാകിസ്ഥാൻ പിൻവാങ്ങാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പാകിസ്ഥാനെ ഇതേ സ്ഥിതി തന്നെ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇപ്പോൾ ഇസ്ലാമാബാദിലെ ഇന്ധന സ്റ്റേഷനുകൾ അടയ്ക്കാനുള്ള നീക്കത്തിലാണ് പാകിസ്ഥാൻ എന്നാണ് റിപ്പോർട്ടുകൾ. രാജ്യം വലിയ തോതിൽ ഇന്ധനക്ഷാമം നേരിടുന്നതായാണ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാവുന്നത്. ഇസ്ലാമാബാദിലെ പല പെട്രോൾ സ്റ്റേഷനുകളും ഇന്ധന സ്റ്റേഷനുകളും അടച്ചിടാൻ ഉത്തരവ് വന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. പുലർച്ചെ 6 മണിയോടെ രാജ്യത്തെ എല്ലാ ഇന്ധന സ്റ്റേഷനുകളും അടയ്ക്കണമെന്നായിരുന്നു പുറത്തുവന്ന ഉത്തരവിൽ പറഞ്ഞിരുന്നത്. പാകിസ്ഥാനിൽ നിന്ന് വ്യാജ വാർത്തകളും തെറ്റായ വിവരങ്ങളും വലിയ തോതിൽ പ്രചരിക്കുന്ന സാഹചര്യത്തിൽ ഇതിന് സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. എന്നിരുന്നാലും ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്, ചില ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പാകിസ്ഥാൻ വലിയ ഇന്ധനക്ഷാമം നേരിടുന്നുവെന്നും അത് തടയാൻ വേണ്ടിയാണ് ഇന്ധന സ്റ്റേഷനുകൾ അടിയന്തരമായി അടയ്ക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. പാകിസ്ഥാന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടുകൾ അടക്കം ബ്ലോക്ക് ചെയ്ത സാഹചര്യത്തിൽ ചില പാക് മാധ്യമങ്ങളാണ് ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സർക്കാരിന്റെ ഉത്തരവിന്റെ പകർപ്പാണ് പുറത്തു വന്നിട്ടുള്ളത്. ചില മാധ്യമങ്ങളുടെ അടക്കം പുറത്തു വന്നിട്ടുള്ളത്. ഉത്തരവ് പ്രകാരമാണ് അടുത്ത 48 മണിക്കൂർ സ്വകാര്യ വാഹനങ്ങൾക്കും പൊതുഗതാഗത വാഹനങ്ങൾക്കും ഇസ്ലാമാബാദിലെ വാണിജ്യ പ്രവർത്തനങ്ങൾക്കും ഇന്ധനം ലഭിക്കില്ല എന്നുള്ള സൂചനകൾ ലഭിക്കുന്നത്. ഇന്ധനത്തിന്റെ പെട്ടെന്നുള്ള ലഭ്യത കുറവ് ഗതാഗതത്തെയും ജനറേറ്ററുകളെ ആശ്രയിക്കുന്ന ബിസിനസ്സുകളെയും ഇസ്ലാമാബാദിലെ മൊത്തത്തിലുള്ള ചലനാത്മകതയെയും ബാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ വളരെ അവിടുത്തെ റിച്ചസ്റ്റ് ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഭാഗമാണ് ഇസ്ലാമാബാദ്. പാകിസ്ഥാന്റെ തലസ്ഥാനമാണ്. പല വ്യാവസായിക കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. പിന്നെ സൈനിക കേന്ദ്രങ്ങളുണ്ട്. മന്ത്രിമാരുടെയും ഒക്കെ തന്നെ പല VIP-കളുടെയൊക്കെ തന്നെ വീടുകളും ഔദ്യോഗിക വസതികളൊക്കെ തന്നെ ഇവിടെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമാബാദിൽ ഇന്ത്യ കടന്നു കയറി ചെന്ന് ഇത്തരത്തിലൊരു അറ്റാക്ക് നടത്തിക്കഴിഞ്ഞാൽ അത് പാകിസ്ഥാനെ താങ്ങാവുന്നതിലപ്പുറമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഏതായാലും നിലവിലുള്ള കരുതൽ ശേഖരം കൈകാര്യം ചെയ്യാനും ഇന്ധന ലഭ്യതയെക്കുറിച്ചുള്ള പരിഭ്രാന്തി ഇല്ലാതാക്കാനും പൂഴ്ത്തിവയ്പ് തടയാനും ലക്ഷ്യമിട്ടാണ് പെട്രോൾ പമ്പുകൾ അടച്ചുപൂട്ടിയതെന്നാണ് ഒരു വാദം. കൂടുതൽ നിയന്ത്രിതമായ രീതിയിലായിരിക്കും വിതരണം പുനഃസ്ഥാപിക്കുകയെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം തന്നെ രാജ്യത്തുടനീളമുള്ള നിരവധി വ്യോമതാവളങ്ങളിൽ സ്ഫോടനങ്ങൾ ഉണ്ടായതായും തുടർന്ന് പാകിസ്ഥാന്റെ വ്യോമാതിർത്തി അടച്ചുപൂട്ടിയതായ റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെയാണ് പമ്പുകൾ അടച്ചുപൂട്ടാൻ ഉത്തരവിറക്കിയത്. എന്നാൽ ഇതിന് ആക്രമണവുമായി ബന്ധമുണ്ടെന്ന് അധികൃതർ സ്ഥിരീകരിക്കുന്നില്ല. പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളെയെന്ന വിദേശകാര്യ മന്ത്രാലയം വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയ്ക്കൊപ്പം എത്തിയ കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും സാഹചര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ തുടർച്ചയായി പ്രകോപനം സൃഷ്ടിച്ചതായി കേണൽ സോഫിയ ഖുറേഷി പറഞ്ഞു. തുർക്കിഷ് ഡ്രോണുകൾ ഉപയോഗിച്ചാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത്. പാക് സൈന്യം തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘിച്ചു. 36 കേന്ദ്രങ്ങളെയാണ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത്. കനത്ത പ്രഹരശേഷിയുള്ള ആയുധങ്ങളാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചത്. അന്തർദേശീയ അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും പലതവണ ആക്രമണം നടത്തി. ബറ്റിൻഡ വിമാനത്താവളം ഡ്രോൺ ഉപയോഗിച്ച് തകർക്കാൻ നീക്കമുണ്ടായി. പാകിസ്ഥാൻ 400ഓളം ഡ്രോണുകളാണ് ഉപയോഗിച്ചതെന്നും സോഫിയ ഖുറേഷി പറഞ്ഞു. ആക്രമണം നടത്തുമ്പോൾ പാകിസ്ഥാൻ വ്യോമാതിർത്തി അടച്ചില്ലെന്ന് വിംഗ് കമാൻഡർ വ്യോമിക സിംഗും പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാന്റെ നടപടി പ്രകോപനപരമാണ്. 2 യാത്രാ വിമാനങ്ങൾ മറയാക്കിയും ആക്രമണം നടന്നു. പാകിസ്ഥാൻ തന്നെയാണ് പൂഞ്ചിലെ ഗുരുദ്വാര ആക്രമിച്ചത്. ലോകരാജ്യങ്ങളെ കബളിപ്പിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനുമാണ് പാകിസ്ഥാൻ ശ്രമിച്ചതെന്നും വ്യോമിക സിംഗ് വിശദീകരിച്ചു. സൈനിക കേന്ദ്രങ്ങൾക്ക് പുറമെ ഇന്ത്യൻ നഗരങ്ങളെയും ജനങ്ങളെയും ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിന് ഇന്ത്യൻ സായുധ സേന തക്കതായ മറുപടിയാണ് നൽകിയതെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞു. ആക്രമണത്തിലെ പങ്കാളിത്തം നിഷേധിക്കുന്നത് പാകിസ്ഥാന്റെ മണ്ടത്തരമാണെന്നും വിക്രം മിശ്രി പറഞ്ഞു. കന്യാസ്ത്രീ മഠത്തിനും ക്രിസ്ത്യാനി സ്കൂളിനും നേരെ പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തി. കർത്താൻപൂർ ഇടനാഴി താൽക്കാലികമായി അടച്ചു. 400 ഡ്രോണുകൾ ഉപയോഗിച്ച് 36
126 ആക്രമണങ്ങളാണ് പാകിസ്ഥാൻ നടത്തിയത്. ഇന്ത്യൻ പ്രത്യാക്രമണം പാകിസ്ഥാന് കനത്ത നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. ഇന്ത്യ സ്വന്തം നഗരങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമിച്ചെന്ന് പാകിസ്ഥാൻ വ്യാജ പ്രചാരണം നടത്തി. ഭീകരതയ്ക്കൊപ്പം വർഗീയതയെയും പാകിസ്ഥാൻ പ്രീണിപ്പിക്കുന്നു. പാകിസ്ഥാനെതിരെ ഇന്ത്യ ഒറ്റക്കെട്ടായാണ് നിന്നത് വിക്രം മിശ്രി കൂട്ടിച്ചേർത്തു. പുലർച്ചെ പാകിസ്ഥാനിലെ 3 വ്യോമതാവളങ്ങളിൽ ശക്തമായ സ്ഫോടനം നടന്നതായി റിപ്പോർട്ടുണ്ട്. ഇതോടെ തലസ്ഥാനത്തെ ഇസ്ലാമാബാദിനടുത്തുള്ള പ്രധാനപ്പെട്ട സ്ഥാപനവും ഉൾപ്പെടെ രാജ്യത്തിന്റെ വ്യോമാതിർത്തിയിലുള്ള എല്ലാ സിവിലിയൻ വാണിജ്യ കെട്ടിടങ്ങളെല്ലാം തന്നെ അടച്ചു പാകിസ്ഥാൻ സർക്കാർ നിർബന്ധിതരായി എന്നാണ് റിപ്പോർട്ട്. അതിനിടെ ഇന്ത്യക്കെതിരെ ബുരിയാൻ ഉൽ മസൂർ എന്ന പേരിൽ സൈനിക ഓപ്പറേഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. തകർക്കാനാകാത്ത മതിൽ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. പാകിസ്ഥാനിൽ നിന്നുള്ള തുടർച്ചയായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്കുള്ള മറുപടിയായി 4 പാക് വ്യോമതാവളങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് പാകിസ്ഥാന്റെ പ്രഖ്യാപനം. അതേസമയം അതിർത്തിയിൽ ഇന്ത്യ പാക് പോർ വിമാനങ്ങൾ പരസ്പരം ആക്രമണം നടത്തുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യക്കെതിരെ ഡ്രോണുകൾ വിക്ഷേപിക്കാൻ ഉപയോഗിച്ചിരുന്ന പാക് പോസ്റ്റുകളും ഭീകര ലോഞ്ച് പാഡുകളും ഇന്ത്യൻ സൈന്യം തകർത്തതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇസ്ലാമാബാദിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം അകലെ രാജ്യത്തിന്റെ സൈനിക ആസ്ഥാനത്തോട് ചേർന്നുള്ള ഒരു പ്രധാന സ്ഥലമായ റാവൽപിണ്ടിയിലെ നൂർഖാൻ, മുരീദ്, റഫീഖി എന്നീ 3 വ്യോമസേനാ കേന്ദ്രങ്ങളിൽ സ്ഫോടനങ്ങൾ നടന്നുവെന്നാണ് പാകിസ്ഥാൻ സൈന്യം പുറത്തുവിടുന്ന വിവരം. നൂർഖാൻ വ്യോമതാവളത്തിന് തീപിടിച്ചതായി കാണിക്കുന്ന ചില വീഡിയോകളും പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഈ വീഡിയോ ശരിയാണെന്ന് സ്ഥിരീകരണം ഒന്നും വന്നിട്ടില്ല. പാകിസ്ഥാനിലെ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായ വ്യോമസേന കേന്ദ്രമാണ് നൂർഖാൻ. മുമ്പ് ചക്ല എയർബേസ് എന്നായിരുന്നു ഇത് അറിയപ്പെട്ടിരുന്നത്. ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടക്കുമ്പോൾ പാകിസ്ഥാൻ വ്യോമാതിർത്തി തുറന്നിട്ടുകൊണ്ട് അന്താരാഷ്ട്ര വ്യോമ ഗതാഗതത്തെ അപകടത്തിലാക്കുന്നുവെന്ന് ഇന്ത്യ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. യാത്രാ വിമാനങ്ങളെ പാകിസ്ഥാൻ കവചമാക്കി ഉപയോഗിച്ചു. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള അന്താരാഷ്ട്ര അതിർത്തിക്ക് സമീപം പറക്കുന്ന മറ്റ് രാജ്യങ്ങളുടെ വിമാനങ്ങൾക്ക് ഇത് ഭീഷണിയാണെന്നും ഇന്നലെ വൈകിട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിംഗ് കമാൻഡർ വ്യോമിക സിംഗും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയും കേണൽ സോഫിയ ഖുറേഷിയും പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ പാകിസ്ഥാൻ വ്യോമാതിർത്തി അടച്ചുപൂട്ടി. ഇതിന് പിന്നാലെയാണ് ഇന്ത്യ വ്യോമാക്രമണം കടുപ്പിച്ചത്. രജൌരിയിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടതായി ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള രാജ്കുമാർ പറഞ്ഞിട്ടുണ്ട്. ദാരുണമായ അപകടത്തിന് മണിക്കൂറുകൾ മാത്രം മുമ്പ് മുഖ്യമന്ത്രിയുമായുള്ള ഓൺലൈൻ അവലോകന യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. സംഭവത്തിൽ ഞെട്ടലും ദുഃഖവും രേഖപ്പെടുത്തുന്നതെന്നാണ് ഒമർ അബ്ദുള്ള എക്സിൽ കുറിച്ചത്. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് മുഖ്യമന്ത്രി കുറിച്ചു. പാക് ഷെല്ലാക്രമണത്തിൽ വീട് തകർന്നാണ് രാജ്കുമാർ താപ്പ കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിൽ കനത്ത സംഘർഷമാണ് ഉണ്ടായത്. ജമ്മുവിലെ പല പ്രദേശങ്ങളിൽ നിന്നുള്ള അപകടത്തിന്റെ വീഡിയോയും പുറത്തു വന്നിരുന്നു. പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ നിരവധി കെട്ടിടങ്ങളും വാഹനങ്ങളും തകർന്നതായി ഇതിൽ കാണാം. പാകിസ്ഥാന്റെ ഡ്രോണുകളെല്ലാം തന്നെ ഇന്ത്യ തകർത്തു. അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾ വീടിനുള്ളിൽ തന്നെ തുടരണമെന്നാണ് സുരക്ഷാ സേനയുടെ മുന്നറിയിപ്പ്. അനാവശ്യമായി പുറത്തിറങ്ങരുതെന്നും പ്രാദേശിക അധികാരികൾ നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ഇവർക്ക് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. പരിഭ്രാന്തിയുടെ ആവശ്യമില്ലെങ്കിലും ജാഗ്രതയും മുൻകരുതലും അത്യാവശ്യമാണെന്നും അറിയിപ്പിലുണ്ട്.